ജറാമണ്ണ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായ അബ്രഹാം മുസ്ലിം എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും പുതിയ 22 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളാകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ജറാമേട്ടനോടൊപ്പം തന്നെ മമ്മൂക്കയുടെ ഗസ്റ്റ് റോളിലെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ഉസ്ലർ എന്ന് പറയുന്ന സിനിമ. അബ്രഹാം ഉസ്ലർ എന്ന് പറയുന്ന സിനിമ ആദ്യ ദിനം മുതൽ മികച്ച അഭിപ്രായം നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഓരോ ദിവസവും വമ്പൻ കളക്ഷൻ നേടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ജറാമേട്ടനെ കൂടാതെ മമ്മൂക്കൊപ്പം തന്നെ അനശ്വര രാജൻ, സിദ്ദിഖ്, അർജുൻ അശോകൻ, അനൂപ് മേനോൻ തുടങ്ങിയവരൊക്കെ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 5-ാം പാതിരയ്ക്ക് ശേഷം മിഥുൻ മാനുവൽ തോമസ് അണിയിച്ചിരിക്കുന്ന ചിത്രം അന്ന് പ്രത്യേകം ചിത്രത്തിനുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്? ചിത്രം 22-ാം ദിവസം മാത്രം ചിത്രം 12 ലക്ഷം രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഏകദേശം 42 രൂപ കളക്ട് ചെയ്ത ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം 20 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് 20 കോടി മുതൽ 21 കോടി രൂപ വരെ കളക്ട് ചെയ്തതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് 2024 ആദ്യത്തെ മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയിരിക്കുകയാണ് അബ്രഹാം മുസ്ലിം എന്ന് പറയുന്ന സിനിമ. ഇനി ഈ ഒരു സിനിമ 50 കോടി ക്ലബ്ബിൽ ഇടം നേടുമെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു സിനിമ 50 കോടി ക്ലബ്ബിൽ ഇടം നേടുമെന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളാകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.